ആദില നൂറയെക്കുറിച്ച് ലക്ഷ്മി പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ വളരെ വ്യക്തമായും അതിമനോഹരമായും ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് 2,36,000 പേര് കണ്ട സ്റ്റോറി അതിൽ കിടപ്പുണ്ട്. ഇനി അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഞാൻ ഒരു കാരണവശാലും ആദിലയെടുത്തും നൂറയെടുത്തും ലക്ഷ്മി പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. പൂർണ്ണ അർത്ഥത്തിൽ അതിനെ തള്ളിക്കളയുകയാണ്. അത് മാത്രമല്ല, ചില ആൾക്കാർ പറയുന്നത് കേട്ടു, അഖിൽമാരാരുടെ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് എൻ്റെ ഉപദേശം സ്വീകരിച്ചു വന്നതാണ്, എൻ്റെ സുഹൃത്താണ് ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അങ്ങനൊരു സംഭവമേ ഇല്ല. എനിക്ക് യാതൊരു ബന്ധവുമില്ല, പ്രത്യേകിച്ച് യാതൊരു അടുപ്പവുമില്ല. ഞാൻ ആ സിനിമയിൽ തന്നെ 1-2 ദിവസത്തിൽ മാത്രമുള്ള സീക്വൻസുകളിലാണ് ഞങ്ങൾ ഒരു ഫ്രെയിമിൽ വന്നു പോകുന്നത്. അത് ഇതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, ലക്ഷ്മി ഇങ്ങനെ ഒരു ആക്ട് ചെയ്തതിൻ്റെ പേരിലല്ല. ഞാനിത് പറയുന്നത് ഇപ്പം ഒരു അടുപ്പം ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഒരു വിന്നറായ എനിക്ക് ഒരു മെസ്സേജ് എങ്കിലും അയക്കുമല്ലോ. അഖിലേട്ടാ, ഞാൻ വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ട്. കാര്യം ഞാൻ 19-ാം തീയതി നമ്മുടെ ട്രെയിലർ ലോഞ്ച് നടത്തിയ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ ലക്ഷ്മിക്ക് അറിയാമല്ലോ ലക്ഷ്മി ബിഗ് ബോസിലേക്ക് കയറാനിരിക്കുകയാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ വൈൽഡ് കാർഡ് കയറുന്നതിന് മുൻപെങ്കിലും ഒരു മെസ്സേജെങ്കിലും അയക്കുമല്ലോ, ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ലക്ഷ്മി ബിഗ് ബോസിലേക്ക് പോകുന്നത് പോലും എനിക്ക് അറിയത്തുന്ന പോലും സംഭവമായിരുന്നില്ല. അഭിഷേകുമായിട്ട് ലക്ഷ്മി വലിയ അടുപ്പമാണ്, അവർ തമ്മിൽ വല്ല കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. എനിക്കല്ലാതെ പ്രത്യേകിച്ച് യാതൊരു അടുപ്പവുമില്ല. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാനതൊന്ന് വ്യക്തമാക്കുന്നത്. സിനിമയിൽ അഭിനയിച്ചു, അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് യാതൊരു ബന്ധങ്ങളും ഇല്ല. പിന്നെ ആദിലയെടുത്തും നൂറയുടെടുത്തും പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ 2 വ്യക്തിത്വങ്ങളാണ്. അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട്. അതേസമയം അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. നാളെയിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി കയറി വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സംശയമുണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാണും ആണും ഒരുമിച്ചൊരു റൂമിൽ കിടന്നുറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ, എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കൂട്ടുകാരുടെ കൂടെ, ഒരുപാട് വീടുകളിൽ, എത്രയോ വീടുകളിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതാണ്. ഇന്നൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കിടക്കാമെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കാര്യം സന്തോഷത്തോടെ പറഞ്ഞു വിടും. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിൽ നാളെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആ 2 പുരുഷന്മാർ ഒരു റൂമിൽ കയറി കതവടച്ചു കഴിഞ്ഞാൽ മറ്റേ പണിക്കാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സമൂഹം മാറി തുടങ്ങിയിരിക്കുന്നതിന്റെ കാരണം ഇത്തരം മനുഷ്യർ ഇവിടെ സൃഷ്ടിക്കുന്ന മനോഭാവങ്ങളാണ്. അതേസമയം അവർക്ക് ജീവിക്കണോ, അവർ ജീവിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരാളും അനുകരിക്കാതിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാം. അതാണ് ഡിബേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ആശയപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതേസമയം ഈ 2 ഇൻഡിവിജ്വൽസിനോടും, ആദിലയോടും നൂറയോടും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിരോധമില്ല. ആ 2 പേരെയും എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നൂറയ്ക്ക് ഒരു വോട്ട് പോലും ഞാൻ കൊടുത്തിരുന്നു. അത് ബിഗ് ബോസിൽ അവളുടെ ഒരു ഗെയിം മൊമെന്റ് കണ്ടപ്പോഴാണ് ഞാൻ കൊടുത്തത്. നെവിനെ പുറത്താക്കാൻ വേണ്ടി നൂറ എടുത്തൊരു രീതി കണ്ടപ്പോൾ അവൾ കൊള്ളാമല്ലോ, ഇവൾ മിടുക്കിയാണല്ലോ എന്ന് തോന്നുകയും അന്നത്തെ ദിവസം ഞാൻ ആദ്യമായിട്ട് ഹോട്ട്സ്റ്റാറിൽ കയറി ഒരു വോട്ട് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പം നമ്മൾ സമൂഹത്തിലെ ശരിതെറ്റുകളെക്കുറിച്ച് വേണം സംസാരിക്കാൻ. ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ബിഗ് ബോസ് പൂർണ്ണമായും പ്രോപ്പറായിട്ട് കാണുകയല്ല. ബിഗ് ബോസിലെ ചില പ്രധാന എലമെന്റുകളൊക്കെ തന്നെ യൂട്യൂബിൽ വരുന്നതാണ് ഞാൻ കാണുന്നത്, അല്ലാതെ ഞാൻ ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് വൈസ് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായ അഭിപ്രായങ്ങളൊന്നും ചിലപ്പം ശരിയാവണമെന്നുമില്ല.